ഹായ് എവ്രി വൺ എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയിരുന്നു. ഹിസ്റ്ററിയിൽ നിന്ന് 9ാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ 8 16 മാർക്ക് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്നത്തെ വീഡിയോയോടുകൂടി നമ്മൾ 24 മാർക്കിന്റെ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. അപ്പൊ ഇതോടുകൂടി ഈ ഒരു 3 ചാപ്റ്റർ മാത്രം പഠിച്ചുകൊണ്ട് 24 മാർക്ക്, അതായത് SSLC സോഷ്യൽ സയൻസ് എക്സാം ബോർഡ് എക്സാമിന്റെ 24 മാർക്ക്, അതായത് നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്കാണ് 24 എന്ന് പറയുന്നത് 80-ല്. ആ മാർക്ക് നമ്മൾ ഇതോടുകൂടി സെറ്റ് ആക്കുകയാണ്. ഓക്കെ, സോ അപ്പോ ഇവിടെ 24 മാർക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 3 ചാപ്റ്റർ മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, അതും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് മാത്രം സെറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ A+ സ്കോർ ചെയ്യാം എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് അധികം വൈകാണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്? ദാറ്റ് ഇസ് അവർ ഫസ്റ്റ് ടോപ്പിക്. സോ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്? എന്താണത്? ഹ്യൂമൻ റിസോഴ്സ് റിഫേഴ്സ് ടു ദ പീപ്പിൾ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനവ വിഭവം. ഹു ഹാവ് ദ മാൻ പവർ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ സെക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾ തന്നെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള മാൻ പവർ ഉണ്ട്. ആ മാൻ പവർ അവർക്ക് എവിടെ ഉപയോഗിക്കാൻ കഴിയും? പ്രൊഡക്ഷൻ സെക്ടറിൽ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, സോ അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്നുള്ളത് എന്താണെങ്കിലും പഠിക്കണം. ഇറ്റ് റിഫേഴ്സ് ടു ദ പീപ്പിൾ ഹു ഹാവ് ദ മാൻ പവർ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ സെക്ടർ. അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന 3 കാര്യങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ വൺസ് അഗൈൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കാറുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ പറയുന്ന വാട്ട് ആർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് ലെവൽസ് ഏതൊക്കെയാണ് എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻഡിവിജ്വൽസ് ടേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ നന്നാവണം എന്നുള്ളത്, നമ്മുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്തെടുക്കണം എന്നുള്ളതിന് എഫേർട്ട് എടുക്കേണ്ടത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്, അല്ലെ? സോ ഇൻഡിവിജ്വൽസ് ടേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്. സോ ദിസ് നെക്സ്റ്റ് വൺ എന്താണ്? സോ ഫാമിലി ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെന്റ്. ഫാമിലി എന്ത് ചെയ്യും? അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കി തരും ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന്റെ പൊട്ടൻഷ്യൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരും ഫാമിലി. ആൻഡ് അറ്റ് ദ സെയിം ടൈം വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏജൻസീസും എല്ലാം ഒരുക്കി തരുന്നതായിരിക്കും. ആൻഡ് ഫൈനലി, നേഷൻ പ്രൊവൈഡ്സ് നെസസറി ഫെസിലിറ്റീസ് ഫോർ ഇറ്റ്സ് പീപ്പിൾ ടു ഡെവലപ്പ് ദെയർ സ്കിൽസ്. അതോടൊപ്പം തന്നെ രാജ്യവും എന്ത് തരുന്നുണ്ട്? ഈ പറയുന്ന അവരുടെ സ്കിൽസ്, ജനങ്ങളുടെ എല്ലാവരുടെയും സ്കില്ല് വളർത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെസസറി ഫെസിലിറ്റീസ് രാജ്യവും ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ആദ്യം ഇൻഡിവിജ്വൽസ്, ദെൻ ഫാമിലി, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫൈനലി ദ നേഷൻ. ഇതാണ് ഡിഫറെന്റ് ലെവൽസ്. അതിനോടൊപ്പം ബാക്കി സെന്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇതൊരു 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, PYQ ആണ്. സോ നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിന് 2 ടൈപ്പ് ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവ്, മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, ക്വാണ്ടിറ്റി ഇൻ ദ സെൻസ് വി കൻ ഏബിൾ ടു മെഷർ ഇറ്റ്. ക്വാണ്ടിറ്റി നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും. ബട്ട് ക്വാളിറ്റിയോ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല, അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ സൈസ് ഓഫ് പോപ്പുലേഷൻ. സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതേപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയക്കകത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താം. ദെൻ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇതെല്ലാം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. ദെൻ പോപ്പുലേഷൻ സ്ട്രക്ചർ, അതിൽ വരുന്നതാണ് ഏജ് സ്ട്രക്ചർ, സെക്സ് റേഷ്യോ, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഡിപ്പെൻഡൻസി റേഷ്യോ. ഇതെല്ലാം ഏതിന്റെ കീഴിൽ വരുന്നതാണ്? പോപ്പുലേഷൻ സ്ട്രക്ചർ.
ഓക്കെ. ദെൻ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് രണ്ടെണ്ണാണുള്ളത്. സോ എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. എഡ്യൂക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ലിറ്ററസി റേറ്റ്. ഹെൽത്ത് കെയർ എന്നുള്ളതോ ലൈഫ് എക്സ്പെക്ടൻസിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് 4 സൈസ് ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ സ്ട്രക്ചർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇപ്പൊ 2 തന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം ട്രെയിനിങ്ങും സോഷ്യൽ ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആയി. ഓക്കെ. ഇവിടെ നമുക്ക് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ടേമും അതുകൂടാതെ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രണ്ണായി? നമുക്ക് മൊത്തം 4 എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ ക്യാപിറ്റൽ ആൻഡ് ട്രെയിനിങ്. ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇനി ഇതിലെ സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ എ കൺട്രി അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഓക്കെ. ഇനി ഡെമോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഒരു തവണ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ദ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് അനലൈസസ് പോപ്പുലേഷനിൽ വന്ന സൈസിൽ വന്ന മാറ്റം, അതിന്റെ സ്ട്രക്ചറൽ ആസ്പെക്ട്സ്, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ ഏജിനെ കുറിച്ചും അവരുടെ സെക്സിനെ കുറിച്ചും സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചും എല്ലാം നമുക്ക് സർട്ടൻ ഇന്റർവൽസ് ഓഫ് ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻസസ്. പോപ്പുലേഷന്റെ സെൻസസ് എടുക്കുക എന്നുള്ളത്. 10 വർഷത്തിൽ ഒരിക്കലാണ് ഈ പറയുന്ന സെൻസസ് ആക്ടിവിറ്റീസ് എല്ലാം നടത്താറ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഈ സെൻസസ് ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്നത്? ആരാണ്? ഓഫീസ് ഓഫ് ദി പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് ഈ പറയുന്ന സെൻസസ് ആക്ടിവിറ്റീസിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. എന്താണ്? ഓഫീസ് ഓഫ് ദി പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ once in 10 years ആണ് പോപ്പുലേഷന്റെ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ലാസ്റ്റ് സെൻസസ് നടന്നത് എപ്പോഴാണ്? ഈ പറയുന്ന 2011 ലാസ്റ്റ് സെൻസസ് നടന്നിരിക്കുന്നത്. ഇനി അതിനനുസരിച്ചുള്ള കുറച്ച് കണക്കുകളും ഫിഗേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത്ര റയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. ഇനി എന്തിനാണ് പോപ്പുലേഷൻ സ്റ്റഡീസ് നടത്തുന്നത്? പോപ്പുലേഷൻ സ്റ്റഡീസ് ഹെൽപ്പ് ദ ഗവൺമെന്റ് ക്വാണ്ടിറ്റേറ്റീവ്ലി അസസ് ദ ഡിഫറെന്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ടു പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് അക്കോർഡിംഗ്ലി. ഈ പറയുന്ന പോപ്പുലേഷൻ പഠനം നടത്തുന്നത് കൊണ്ട് ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അതിലൂടെ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസും പ്രോഗ്രാംസും എല്ലാം പ്ലാൻ ചെയ്യാനും ഗവൺമെന്റിന് സാധിക്കുന്നു. ആൻഡ് ഇൻഫോംസ് ദി എബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്തുള്ള ഹ്യൂമൻ റിസോഴ്സിന്റെ എബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. depicts the extent of basic facilities required by the people. ജനങ്ങൾക്ക് എത്രത്തോളം ബേസിക് ഫെസിലിറ്റീസ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. quantifies the goods and services required. എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കാം. determines the socio economic development policies. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ പോപ്പുലേഷൻ സ്റ്റഡീസ് നടത്തുന്നത്. മേ ബി ഒരു 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് why the population studies conducted എന്നുള്ളത്. ഓക്കെ. ഇനി നമ്മുടെ ഒരു പോപ്പുലേഷന്റെ കുറച്ച് ഫിഗേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. ഇനി ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ റിഫേഴ്സ് ടു ദ നമ്പർ ഓഫ് പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ. ഇത്രയും ആലോചിക്കണം, ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്ത് എത്ര ജനസംഖ്യ ഉണ്ട് എന്നുള്ളത്. നമ്പർ ഓഫ് പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ, ഇതാണ് എന്ത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ്. സോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇത്രത്തോളം പോപ്പുലേഷനിൽ മാറ്റം വന്നു, ദാറ്റ് ഈസ് ഗ്രോത്ത് റേറ്റ്. ഓക്കെ. ഇനി പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ബർത്ത് റേറ്റ്, മറ്റൊന്ന് ഡെത്ത് റേറ്റ്, മൂന്നാമത്തത് മൈഗ്രേഷൻ. ഓക്കെ. ഈ 3 ഫാക്ടറാണ് പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ബർത്ത് റേറ്റ് കൂടി പക്ഷെ ഡെത്ത് റേറ്റ് കുറഞ്ഞു, അങ്ങനെയാണെങ്കിലോ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യണം ചെയ്യുക. കാരണം ഒരുപാട് പേര് ജനിച്ചു, മരിക്കുന്നത് വളരെ കുറച്ചുള്ളൂ, അപ്പൊ പോപ്പുലേഷൻ കൂടി. ഇനി ബർത്ത് റേറ്റ് ഡിക്രീസസ്, അധികാരം ജനിക്കുന്നില്ല പക്ഷെ ഒരുപാട് പേര് മരിക്കുന്നു, അപ്പൊ പോപ്പുലേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും അല്ലെ. ഇനി ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആർ ഈക്വൽ, രണ്ടും തുല്യമാണെങ്കിൽ പോപ്പുലേഷനിൽ വലിയ മാറ്റമൊന്നും വരില്ല. മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഇൻക്രീസസ് ഇൻ വൺ റീജിയൻ ബട്ട് ഡിക്രീസസ് ഇൻ അനദർ. ശരിയല്ലേ? എ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ബി എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ആ പോപ്പുലേഷൻ പോയെന്നുണ്ടെങ്കിൽ ബിയില് പോപ്പുലേഷൻ കൂടും പക്ഷേ എയിൽ പോപ്പുലേഷൻ കുറയാണ് ചെയ്യുക അല്ലെ. സോ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു റീജിയനിൽ കുറയും മറ്റൊരു റീജിയനിൽ കൂടും. ഇങ്ങനെയാണ് പോപ്പുലേഷന്റെ കേസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ. ബർത്ത് റേറ്റ്, നമ്പർ ഓഫ് ലിവ് ബർഡ്സ് പെർ 1000. Death rate, number of deaths per 1000. Migration is the settlement of people of a region in another region. Okay. ഇനി population structure ആണ്. Age structure is the classification of population into different age groups and presenting the ratio of each group in the population. അതായത് നമ്മൾ ഏജ് ഗ്രൂപ്പിനെ ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കണം. 0 to 14, 15 to 59, 60 and above
ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ട് നമ്മൾ പോപ്പുലേഷനെ തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണ്, ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സ് ആണ്. സോ ഈ രണ്ട് ഗ്രൂപ്പും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? സോ 15 to 59 വരെയുള്ള ഏജ് ഗ്രൂപ്പ്, ഇവരാണ് ശരിക്കും വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. യൂത്ത് എന്ന് പറയുന്നതും വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും ഇവരാണ്. സോ ലേബർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ് 15 to 59 എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന 0 to 14 ആയിക്കോട്ടെ, 60 ആൻഡ് എബോവ് ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ആശ്രയിക്കുന്നത് ഏത് ഗ്രൂപ്പിനെയാണ്? 15 to 59. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പിനെയും നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പെൻഡൻസി ഗ്രൂപ്പ്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിനെ പറയുന്ന ഒരു പേരാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. Okay, labor force participation rate is the ratio of the population in the age group 15 to 59 who are either employed or actively looking for a job. ഒന്നുകിൽ അവർ എംപ്ലോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരെന്താണ് ഈ പറയുന്ന ജോബ് അന്വേഷകരായിരിക്കും. ഓക്കെ, ഇനി സെക്സ് റേഷ്യോ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. വൺ വേർഡ് ക്വസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സെക്സ് റേഷ്യോ ഇസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ഓക്കെ, നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. 2011 കണക്കനുസരിച്ച് ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണ്? 940 ആണ്. ഇനി നമുക്ക് ഷുവർ ആയിട്ടും ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദ ലേബർ പൊട്ടൻഷ്യൽ? എഡ്യൂക്കേഷൻ, അതിൽ ലിറ്ററസി റേറ്റ്, ദെൻ ഹെൽത്ത് കെയർ, ലൈഫ് എക്സ്പെക്ടൻസീസ്, ട്രെയിനിങ്, സോഷ്യൽ ക്യാപിറ്റൽ. ഈ 4 ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഈ 4 ഫീച്ചേഴ്സ് ആണ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ളത് ഈ രീതിയിലല്ല. വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ലേബർ പൊട്ടൻഷ്യൽ? ലേബർ പൊട്ടൻഷ്യൽ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഇത് മാറ്റി എഴുതാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും മാറ്റണ്ട. സോ ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ലേബർ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ഫാക്ടേഴ്സ് തന്നെയാണ്: എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ് ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ഓക്കെ, ഇനി അടുത്തൊരു ഫ്ലോ ചാർട്ടിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. അപ്പൊ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കിൽസ് കൂട്ടിയെടുക്കാം, അതിലൂടെ നമുക്ക് ബെറ്റർ ടെക്നോളജിക്കൽ നോ ഹൗ ഉണ്ടാക്കിയെടുക്കാം, അതിലൂടെ നമുക്ക് ബെറ്റർ ജോബ് കിട്ടും, ബെറ്റർ ഇൻകം കിട്ടും, thereby we can able to improve the standard of living. അപ്പൊ നല്ല ജോലി, നല്ല നല്ല സ്കിൽ ഉണ്ടെങ്കിൽ നല്ല ടെക്നോളജിക്കൽ അറിവ് കിട്ടും, നല്ല ടെക്നോളജിക്കൽ അറിവ് ഉണ്ടെങ്കിൽ നല്ല ജോബ് കിട്ടും, നല്ല ഇൻകം കിട്ടും. സോ ത്രൂ ദാറ്റ് വി കൻ ഏബിൾ ടു ഇംപ്രൂവ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ജീവിത നിലവാരം തന്നെ മാറ്റിയെടുക്കാം. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 2009 ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഗോൾ എന്താണ്? എലമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ഓക്കെ, എല്ലാവർക്കും എലിമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. 2009 ഈ നിയമം നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇത് ഒരു തവണ നമുക്ക് ഒരു 3 മാർക്ക് മുതൽ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 3 പോയിന്റ് എഴുതി നമുക്ക് ആ മാർക്ക് ഉറപ്പിക്കാം കേട്ടോ. Certain sections drop out from schools without completing primary education. നമുക്കറിയാം, പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 4 വരെ ലോവർ പ്രൈമറി, 5 മുതൽ 7 വരെ അപ്പർ പ്രൈമറി ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ബട്ട് ബിഫോർ കംപ്ലീറ്റിംഗ് ദ പ്രൈമറി എഡ്യൂക്കേഷൻ ചില സെക്ഷൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്ന്. അതാണ് ഒരു റീസൺ. ദർ ഈസ് എ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ. എഡ്യൂക്കേഷൻ സെക്ടറിൽ ബേസിക് ഫെസിലിറ്റിയുടെ അവൈലബിലിറ്റി ഇല്ല. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൂട്ടണം. അപ്പൊ ഇത് മൂന്നുമാണ് സോ ഈ പറയുന്ന പ്രോബ്ലംസ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടും ഈ ഒരു ഏരിയ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഏരിയയാണ് വിച്ച് ആർ ദി പ്രോജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. എഡ്യൂക്കേഷനും സ്കിൽസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രോജക്ട്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? നമുക്ക് നോക്കാം. 4 പ്രോജക്ട്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ICDS. നമുക്ക് ഇതിലൊരു കോഡ് നമുക്ക് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം കിട്ടാവുന്നേ ഉള്ളൂ. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. Integrated development of children up to 6 years. Integrated development of children up to 6 years. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം. So to provide health care for pregnant and lactating women. അതായത് ഗർഭിണികളായ സ്ത്രീ മുതൽ മുലയൂട്ടുന്ന അമ്മമാര് വരെ 6 വയസ്സ് വരെയുള്ള. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഗർഭസ്ഥ ശിശു മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനമാണ് ICDS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the second one സമഗ്ര ശിക്ഷ അഭിയാനാണ്. സമഗ്ര ശിക്ഷ അഭിയാനകത്ത് എന്താ വരുന്നത്? ശരിക്കും സമഗ്ര ശിക്ഷാ അഭിയാൻ വന്നിരിക്കുന്നത് സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും SSAയും RMSAയും കൂടി യോജിപ്പിച്ചിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? സമഗ്ര ശിക്ഷാ അഭിയാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കണം എന്താ? അവിടെ നമ്മൾ 6 വയസ്സ് വരെ ഉള്ളൂ. ഇവിടെ
to ensure universal education up to higher secondary level. ഇവിടെ ആലോചിക്കണം, higher secondary level വരെ ഇവിടെ വന്നിട്ടുണ്ട്. Then to ensure quality and equity, quality equity ഉറപ്പുവരുത്തി. Vocational education promote ചെയ്തു. To strengthen teacher training institutes like SCRT or DIET. ഇതുപോലെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ട്രെങ്തൻ ചെയ്തെടുക്കാം. അപ്പൊ ഒരു കാര്യം ആലോചിക്കുകയെ, സമഗ്ര ശിക്ഷ അഭിയാൻ രണ്ടെണ്ണം ചേർത്തിട്ട്, സർവശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനും കൂടെ ചേർത്ത് വന്നു. ഹയർ സെക്കൻഡറി ലെവൽ വരെയുള്ള യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക, ക്വാളിറ്റി ആൻഡ് എക്വിറ്റി ഉറപ്പുവരുത്തുക, അതേപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്ട്രെങ്തൻ ചെയ്യാം. Then the third one, രാഷ്ട്രീയ ഉച്ചതൽ, ഉച്ചത്തിലുള്ള എഡ്യൂക്കേഷൻ ഏതാ? ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവുക ഏതിനാ? ഗ്രാജുവേഷനാ പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിനാ പോവുക. സോ ഹയർ എഡ്യൂക്കേഷന്റെ ആക്സസ്, അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഇത് രണ്ടുമാണ് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ. അപ്പൊ മക്കളെ ആലോചിക്കണം, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള രണ്ട് പ്രൊജക്ട് ICDS അതേപോലെ SSAയുമാണ്. സോ റെയർലി നമുക്ക് ഈ പറയുന്ന നാലാമത്തെയും ചോദിക്കാറുണ്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം ടു ഇംപ്രൂവ് ദ വർക്കിംഗ് സ്കിൽസ് ഓഫ് യൂത്ത്. വർക്കിംഗ് സ്കിൽസ് ഓഫ് യൂത്ത് ഇംപ്രൂവ് ചെയ്തെടുക്കുക, ടു എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോക്കാനുള്ളത്. ആൻഡ് നമ്മുടെ ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്. അപ്പൊ ഹെൽത്തിന് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തൊരു ഡെഫിനിഷൻ പഠിക്കണം. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, mental and social well-being. Health is a state of physical, mental and social well-being. So physically നമ്മൾ okay ആയിരിക്കണം, mentally okay ആയിരിക്കണം, and socially also we have to be okay. Okay, so ഇതാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിന് കൊടുത്ത ഡെഫിനേഷൻ. ഇനി ഇത് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഈ പറയുന്ന പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെൽത്തിന്റെ ഏരിയ നിന്ന് കിട്ടുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഹൗ എ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസ്സിലേക്ക് ഒരു ഹെൽത്തി പേഴ്സണെ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക? ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ വർക്കിംഗ് ഡേയ്സ് കൂട്ടാൻ പറ്റും. വർക്കിംഗ് ഡേയ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡക്ഷൻ കൂടും. ഓക്കെ, സോ പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. ദെൻ നമുക്ക് ചുറ്റുമുള്ള നാച്ചുറൽ റിസോഴ്സസ് എല്ലാം പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, ആൻഡ് ബൈ റെഡ്യൂസിങ് ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. മെഡിക്കൽ എക്സ്പെൻസ് കുറച്ചിട്ട് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ കൂട്ടി എക്കണോമിക് ഡെവലപ്മെന്റ് പോസിബിൾ ആക്കാം. അപ്പൊ എക്സ്പ്ലെയിൻ ഹൗ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്ത് കെയറിന് എന്തൊക്കെ വേണം? നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം, ക്ലീൻ വാട്ടർ വേണം, പ്രിവെന്റീവ് മെഷേഴ്സ് വേണം, ക്ലീൻലിനെസ് വേണം, മെഡിക്കൽ ഫെസിലിറ്റീസ് വേണം, ലീഷറും എന്റർടൈൻമെന്റ് വേണം, ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് വേണം. ഓക്കെ, ഇനി മെഡിക്കൽ സെക്ടറിലുള്ള ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാ? മെഡിക്കൽ കോളേജ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, ഹെൽത്ത് സബ് സെന്റർ. ഇനി ഇത് കൂടാതെ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വർക്ക് ഇൻ ദ മെഡിക്കൽ സെക്ടർ, മെഡിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അല്ലെ? ഈ പറയുന്ന യുനാനി ഉണ്ട്, സിദ്ധ ഉണ്ട്, നാച്ചുറോപ്പതി, യോഗ, ആയുർവേദ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ? ഇനി ഇതിൽ തന്നെ വരുന്ന ഒരു മറ്റൊരു ഏരിയയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, NRHM. ദെൻ NUHM. ഒരൊറ്റ മാറ്റേ ഉള്ളൂ, ഒന്ന് അർബൻ ഏരിയയില്, ഒന്ന് റൂറൽ ഏരിയ, അത്രേ ഉള്ളൂ. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, മറ്റൊന്ന് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. സോ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ടു ഓൾ ഇൻ ദ റൂറൽ സെക്ടർ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റ് ടു മേക്ക് അവൈലബിൾ മോഡേൺ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് സെറ്റ് ചെയ്തു. ഇനി നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന it provides improved health services to the residents of urban slums, other marginalized people in town with a population of more than 50,000. 50,000-അധികം population വരുന്ന സിറ്റി ഏരിയയില്, ടൗൺ ഏരിയയില്, അതേപോലെ തന്നെ മാർജിനലൈസ്ഡ് ജനങ്ങൾക്ക് എല്ലാം എന്താണ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, അപ്പൊ NRHM, NUHM. ആൻഡ് ഫൈനലി ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം. It is the expected average years of life of a person lives. ഒരു മനുഷ്യന് എത്ര വയസ്സ് വരെ ജീവനോടുകൂടി ഉണ്ടാവും എന്നുള്ളതാണ് ലൈഫ് എക്സ്പെക്ടൻസി. അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻക്രീസ്, എക്കണോമിക് ഇനിക്വാലിറ്റി റെഡ്യൂസ്ഡ്, ദെൻ നാച്ചുറൽ റിസോഴ്സസ് ഇസ് യൂട്ടിലൈസ്ഡ് എഫക്റ്റീവ്ലി, മേക്സ് പോസിബിൾ ദ ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി, സോഷ്യൽ വെൽഫെയർ ഇസ് എൻഷുർഡ്, ഓൺടർപ്രണർഷിപ്പ് ഇംപ്രൂവ്സ്. ഓക്കെ, സോ ഇതിലെ 2-3 പോയിന്റ്സും കൂടി നോക്കാം. അപ്പൊ അടുത്ത ഒരു 8 മാർക്കിന്റെ, അപ്പൊ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ്,
8 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് സീസൺസ് ആൻഡ് ടൈം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടായിരുന്നു. ദെൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പൊ ഈ 8 3 നമ്മളിപ്പോ സെറ്റ് ആക്കി. അങ്ങനെ നമ്മൾ 24 മാർക്കിന്റെ ടാർജറ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കവർ ചെയ്തു. ഓക്കെ, അപ്പോ എത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും സെറ്റ് ആയിരിക്കും. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും പഠിച്ചു തീർക്കുക. 24 മാർക്ക് ഉറപ്പിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ്, ബാക്കി ചാപ്റ്റേഴ്സിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ പഠനം അടിപൊളിയായിട്ട് നടന്നോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് ഡൗട്ടോ കൺഫ്യൂഷനോ പഠിച്ചിട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഷുവർ ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പഠനം നല്ല അടിപൊളിയായിട്ട് നടന്നോട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സബ്സ്ക്രൈബിങ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.